പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്നിപ്പോ അടുത്ത് വരുന്ന 24-ാം തീയതി CBSE അക്കൗണ്ടൻസി എക്സാം ആണ്. അന്ന് നമുക്ക് വരുന്ന ഒരു 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഒരു 10 എണ്ണെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. ഇതിൽ നിന്നും മാത്രമേ നിങ്ങൾക്ക് ഒരു വരികയുള്ളൂ എന്ന് ഉറപ്പാണ്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഓരോന്നോരോന്ന് പഠിച്ചു പോകാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കമ്പനി ഫോർഫിറ്റ് ചെയ്തേക്കുന്നത് സെർട്ടൈൻ നമ്പർ ഓഫ് ഷെയർസ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ കമ്പനി ഫോർഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു. ഓണർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നതാണ്. നോൺ പേയ്മെന്റ് വരുമ്പോൾ ഓണർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്നതാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഷെയറിന്റെ നമ്പർ നമുക്ക് തന്നിട്ടില്ല. സാധാരണ നമുക്ക് ഷെയറിന്റെ നമ്പർ നമുക്ക് തരാറുണ്ട്. ഇത് നമ്പർ തരാത്തൊരു ക്വസ്റ്റ്യൻ CBSE നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കാണ്. അപ്പൊ അവിടെ നമ്പർ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റിത്തരാം. നോക്കിക്കോളൂ. എ കമ്പനി ഫോർഫിറ്റഡ് സെർട്ടൈൻ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ഫോർ ഫേസ് വാല്യൂ ₹10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ₹4. These shares were reissued at a discount of ₹5. An amount of ₹4,500 transferred to capital reserve. മക്കളെ, നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ റിസർവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നല്ലേ. നമ്മൾ ഫോർഫിച്ചറിന്റെ എൻട്രി കൊടുക്കും, റീഇഷ്യൂന്റെ എൻട്രി കൊടുക്കും. ക്യാപിറ്റൽ റിസർവ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാറ്. ഇവിടെ നിങ്ങൾക്ക് അവര് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് മക്കൾക്ക് തന്നേക്കാണ്. നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഫോർഫിച്ചറിന്റെ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ്. നമുക്കറിയാം ഷെയർ ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും ഏതായിരിക്കും? കോൾഡ് അപ്പ് വാല്യൂ, ഷെയറിന്റെ ഫേസ് വാല്യൂ അഥവാ കോൾഡ് അപ്പ് വാല്യൂ. ഇവിടെ നമുക്ക് നമ്പർ തരാത്തത് കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാണ്. നമ്പർ ഇൻറ്റു 10 എന്ന് കൊടുക്കാണ്. നമ്പർ ഇൻറ്റു 10. അതുപോലെ തന്നെ ഷെയർ ഫോർഫിച്ചറിൽ നമുക്കറിയാം എമൗണ്ട് പെയ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്പർ ഇൻറ്റു എമൗണ്ട് പെയ്ഡ്. ഇവിടെ നമുക്ക് കമ്പനി നമ്പർ തന്നിട്ടില്ല. നമ്പർ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടേക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ₹4 എന്ന് തന്നിട്ടുണ്ട്. മുടക്ക് വരുത്തിയിരിക്കുന്ന തുക 4 ആണെങ്കിൽ നമുക്കറിയാം ഫേസ് വാല്യൂ 10 നമുക്ക് തന്നിട്ടുണ്ട്. നോൺ പേയ്മെന്റ് 4 ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് പെയ്ഡ് ആണ് നമ്മൾ ഫോർഫിറ്റഡിൽ കൊടുക്കേണ്ടത്. അപ്പൊ എമൗണ്ട് പെയ്ഡ് 6 ആണ്. മനസ്സിലായല്ലോ? ഓർത്ത് വെക്കാം. ഫോർഫിറ്റഡിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എമൗണ്ട് പെയ്ഡ് ആണ്. ഇവിടെ ഇയാൾ കൊടുത്തിരിക്കുന്നത് ₹6 എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചതാണ്. 10 ആണ് ഫേസ് വാല്യൂ, നോൺ പേയ്മെന്റ് 4. അപ്പൊ എമൗണ്ട് പെയ്ഡ് 6. ഇനി ഇവിടെ നമുക്കറിയാം കോൾസ് ഇൻ അരിയറിലെ എമൗണ്ട് അൺപെയ്ഡ്. അൺപെയ്ഡ് മീൻസ് നോൺ പേയ്മെന്റ്. നോൺ പേയ്മെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാ? 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ അവിടെ n എന്ന് കൊടുത്ത് നമ്മൾ എഴുതാണ്. ഇനി റീഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി നമുക്കറിയാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എപ്പോഴും റേറ്റ് ഓഫ് റീഇഷ്യൂ. അപ്പൊ ഇവിടെ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹5 എന്നാണ്. 10 രൂപയുടെ ഷെയർ 5 രൂപ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി 5 രൂപയ്ക്കാണ് കമ്പനി റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ബാങ്കിൽ നമുക്ക് എഴുതാം നമ്പർ ഇൻറ്റു 5. ഈ 5 മനസ്സിലായല്ലോ. അതായത് 10 ആണ് ഫേസ് വാല്യൂ. അവർ അനുവദിച്ചിരിക്കുന്ന ഡിസ്കൗണ്ട് 5 ആണ്. അപ്പൊ ബാക്കിയുള്ള 5നാണ് ഈ 5 അല്ലാട്ടോ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതായത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട്, അതായത് റേറ്റ് ഓഫ് റീഇഷ്യൂ. ഇവിടെ നമ്മൾ ഫോർഫിറ്റഡിൽ നമ്മൾ എഴുതുന്നത് ഡിസ്കൗണ്ട് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 5 രൂപ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ n × 5. ഇവിടെ നമ്മൾ n × 10 എഴുതും അല്ലെ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടത്തെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലേ. ഇവിടത്തെ എമൗണ്ട് നമുക്ക് തന്നേക്കാണ്. സാധാരണ നമ്മൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴൊക്കെയാണ് തെറ്റിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് റിസർവിലേക്ക് കമ്പനി മാറ്റി എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കണ്ടുപിടിച്ച് ഇവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഫോർഫിറ്റഡില്
നമ്മളിപ്പോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഏതാ? ഇവിടത്തെ ക്രെഡിറ്റും ഇവിടത്തെ ഡെബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടത്തെ ക്രെഡിറ്റിൽ എന്ത് വരും? n×6 ആണ് എന്ന് പറഞ്ഞാൽ 6n ആണ് അവിടുത്തെ ക്രെഡിറ്റിൽ വന്നിരിക്കുന്നത്. ഡെബിറ്റിൽ നോക്കിയേ, ഡെബിറ്റിൽ n×5 ആണ്, അതായത് 5n ആണ് നമുക്ക് ഡെബിറ്റിൽ വന്നിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏത് വരുന്നത്? ക്യാപിറ്റൽ റിസർവ് വരുന്നത്. അപ്പൊ മക്കൾ നോക്കാം, അതായത് ഫോർഫിറ്റഡിലെ ക്രെഡിറ്റ് 6x(n) ആണ് 6n, ഫോർഫിറ്റഡിലെ ഡെബിറ്റ് 5x(n) 5n. അപ്പൊ നമുക്ക് ബാലൻസ് നമുക്ക് 1n എന്ന് കിട്ടും. ഈ 1n എന്നത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എമൗണ്ട് അല്ലേ? അതാണല്ലോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1n എന്നത് 4500 ആണെങ്കിൽ n എന്നത് 4500 ഡിവൈഡഡ് ബൈ 1, ഇവിടത്തെ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4500 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കമ്പനി ഫോർഫിറ്റ് ചെയ്ത ഷെയറിന്റെ നമ്പർ എത്ര കിട്ടി? 4500. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 4500 × 10 ആണ്. അപ്പൊ നമ്മൾ ഷെയർ ക്യാപിറ്റലില് 4500 × 10 കൊടുക്കണം. ഇവിടെ നമുക്ക് 4500 × 6 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ 27,000. അപ്പൊ ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ നമുക്ക് 27,000 കിട്ടി. ഇവിടെ ഡെബിറ്റ് അടുത്തത് കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. 4500 × എന്ത് വരും? 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ 18,000 എന്ന് കിട്ടി. അപ്പൊ നമ്മളത് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ബാങ്കിൽ നമുക്ക് തന്നേക്കുന്നത് n-ന്റെ സ്ഥാനത്ത് നമ്മൾ 4500 കൊടുക്കണം, × 5 ആണ്. അപ്പൊ എന്ത് കിട്ടും? 22,500. അപ്പൊ ബാങ്കിൽ 22,500 കിട്ടി. ഷെയർ ഫോർഫിച്ചറിലെ ഡെബിറ്റിലും സെയിം എമൗണ്ട് ആണ്, അത് കിട്ടും. ക്രെഡിറ്റില് 45,000 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ ചെയ്തത് n കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തെ ക്രെഡിറ്റും ഇവിടത്തെ ഡെബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. അതായത് ക്രെഡിറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് 27,000 ആണ്, ഡെബിറ്റിൽ നമുക്ക് വന്നേക്കുന്നത് 22,500 ആണ്. അപ്പൊ നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോ എന്ത് കിട്ടും നോക്കി? 4,500. കണ്ടോ? റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമുക്ക് അവർ തന്ന എമൗണ്ട് അല്ലേ കിട്ടിയത് നോക്കി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാതെ മക്കൾക്ക് എക്സാമിന് വന്നാൽ മക്കൾ പേടിക്കണ്ട. ഇതുപോലെ ഈ ട്രിക്കിൽ കൂടി മക്കൾ ചെയ്താൽ നമ്മൾ അവിടെ n കൊടുത്ത് ചെയ്താൽ മക്കൾക്ക് നമ്പർ കിട്ടും. ആ നമ്പർ ചെയ്യുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റില് ആ നമ്പർ ഇൻറ്റു എമൗണ്ട് പെയ്ഡിന്, ഡെബിറ്റിലെ നമ്പർ ഇൻറ്റു ഡിസ്കൗണ്ട് അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ മക്കൾക്ക് കിട്ടുന്നത് എത്രയാണോ അത് എന്നത് 4,500 ആണ്. അപ്പോ ഇതുപോലെ തന്നെയുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ വേറൊരു ടൈപ്പിലും മക്കളോട് ചോദിക്കാം. എന്താണെന്നറിയോ? കമ്പനി നമുക്ക് ഇതുപോലെ നമുക്കിപ്പോ നമ്പറൊക്കെ തന്നു, എല്ലാ സംഭവങ്ങളും തന്നിട്ട് നിങ്ങളോട് പറയാണ് കമ്പനി റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ട്. മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ടിലാണ് കമ്പനി ഷെയർ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്ത് വെക്കാം, പേടിക്കണ്ട. മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ട് എന്നത് കമ്പനിയില് ആ മുടക്ക് വരുത്തിയിരിക്കുന്ന ആള് കൊടുത്തിരിക്കുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് എമൗണ്ട് പെയ്ഡ്. ഇവിടത്തെ എമൗണ്ട് പെയ്ഡ് ഏതാണോ, ഇവിടെ അയാൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയും രൂപയാണ് കമ്പനിക്ക് ഡിസ്കൗണ്ട് അനുവദിക്കാവുന്നത്. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇയാൾ 6 രൂപ കൊടുത്തു, കമ്പനി ഇപ്പൊ 6 രൂപ ഡിസ്കൗണ്ടിൽ രണ്ടാമത് ആ ഷെയർ വിറ്റാലും കമ്പനിക്ക് നഷ്ടമില്ല. കാരണം എന്താ? ഇയാളിൽ നിന്നും 6 രൂപ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫോർഫിച്ചറിന്റെ കേസിൽ നമുക്കറിയാം കമ്പനി ആ എമൗണ്ട് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കില്ല, അവരടച്ച പണം ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഫോർഫിച്ചറും സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരുന്നു. ഫോർഫിച്ചറിലെ എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല, ബട്ട് സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് മുടക്ക് വരുത്തിയ നമ്മൾ കമ്പനി അറിയിക്കുകയാണ്. അപ്പൊ കമ്പനി നമുക്ക് നമ്മൾ അടച്ച തുകയിൽ ചെറിയൊരു ഭാഗം നമുക്ക് തിരിച്ചു തരും, അതാണ് സറണ്ടർ വാല്യൂ. പക്ഷെ ഫോർഫിച്ചറിന്റെ കേസിൽ കമ്പനി നമുക്കൊന്നും
റീഫണ്ട് ചെയ്യില്ല. അപ്പൊ കമ്പനിക്ക് നമ്മളിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും 6 രൂപ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കമ്പനി ഈ ഷെയർ രണ്ടാമത് ആർക്കെങ്കിലും വിറ്റാല് 6 രൂപ വരെ കമ്പനിക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്യാട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിലെ മക്കൾക്ക് മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ടില് റീ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞ അപ്പൊ ഓർത്ത് വെക്കുക, ആ ഡിസ്കൗണ്ട് ഇവിടത്തെ എമൗണ്ട് ആണ് മക്കൾക്ക് തന്നേക്കണത്. റീഇഷ്യൂ ചെയ്തതിന് ഇവിടത്തെ എമൗണ്ട്. കുട്ടികൾ എപ്പോഴും മിസ്റ്റേക്ക് വരുത്തും. പിള്ളേര് കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുപോയി ആ എമൗണ്ട് എഴുതും. അപ്പൊ ഓർത്ത് വെക്കുക, ബാങ്കിലെ എമൗണ്ട് അല്ല മക്കളെ നമുക്ക് തരുന്നത്. മാക്സിമം പെർമിസിബിൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ റീഇഷ്യൂന്റെ കേസില് ഫോർഫീച്ചറിലെ എമൗണ്ട് ആണ് മക്കൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ മക്കൾ ഫേസ് വാല്യൂവിൽ നിന്നും ആ ഫോർഫീച്ചറിലെ എമൗണ്ട് ആണ് മൈനസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി പറയുന്ന ക്വസ്റ്റ്യൻ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഓഫ് ₹10 lakh ഫ്രം വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൽ നിന്ന് ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അതിന് 10 lakh rupees ആണ് അതിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പെയ്ഡ് 20% ഓഫ് ദി എമൗണ്ട് ബൈ അക്സെപ്റ്റിംഗ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ റിമൈനിങ് എമൗണ്ട് വാസ് പെയ്ഡ് ബൈ ഇഷ്യൂവിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 25% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൽ നിന്നും ഫർണിച്ചർ പർച്ചേസ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡർ. വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വെൻഡർ ആണ്. ഈ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. വെൻഡറുടെ പേര് എഴുതുന്നത് ഫ്രം കഴിഞ്ഞ് വരുന്ന ആളായിരിക്കും വെൻഡർ കേട്ടോ. ഫ്രം വൈ ലിമിറ്റഡ്. അപ്പൊ വൈ ആണ് അവിടെ വെൻഡർ. അപ്പൊ അതിന്റെ എമൗണ്ട് നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവര് 10 ലക്ഷം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ചപ്പോ അതിൽ 2 ലക്ഷം രൂപ എന്തായിട്ട് കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നേ? അക്സെപ്റ്റിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബില്ല് അക്സെപ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞേക്കണേ 2 ലക്ഷം രൂപയ്ക്ക്. അപ്പൊ നമ്മൾ എഴുതും വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ. 2 ലക്ഷം രൂപയുടെ ബില്ല് അക്സെപ്റ്റ് ചെയ്തതിന്റെ എൻട്രി കൊടുക്കണം. നമ്മൾ ആദ്യം ഈ പർച്ചേസ് കൺസിഡറേഷന്റെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഇനി ആ എമൗണ്ട് ഏത് രീതിയിൽ കൊടുക്കുന്നു അതാണ് നമ്മൾ നെക്സ്റ്റ് എൻട്രികളിൽ കാണിക്കുന്നത് കേട്ടോ. ബില്ലായിട്ട് കൊടുക്കാം, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കാം, ക്യാഷ് കമ്പനിയുടെ കുറെ ഷെയറുകളായിട്ട് കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബില്ല് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷെയർ ആണ്. ഷെയർ കൊടുത്തിരിക്കുന്നത് ഒരു ഷെയറിന് 100 രൂപയാണ്. ഈ 100 രൂപയുടെ ഷെയർ 25% പ്രീമിയത്തിൽ വിൽക്കുന്ന കേസിലാണ് കമ്പനി അവർക്ക് ഷെയർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്ക് ഷെയറിന്റെ നമ്പർ കണ്ടുപിടിക്കണം, അത് മസ്റ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 10 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള 8 ലക്ഷം രൂപയ്ക്ക് ഒരു ഷെയർ 100 രൂപയുടെ ഷെയർ 125 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 25% പ്രീമിയം എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂവിന്റെ വേണം നമ്മൾ പ്രീമിയം കണ്ടുപിടിക്കാൻ. അപ്പൊ 125 രൂപയ്ക്കാണ് ഷെയർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഷെയറിന്റെ നമ്പർ കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ടിലാണ് കൊടുത്തത്. അപ്പൊ 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 100 10 കുറച്ച് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഡിസ്കൗണ്ട് ആണെങ്കിൽ 100 മൈനസ് ചെയ്യണം. 100 മീൻസ് ഫേസ് വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യണം. പ്രീമിയം ആണെങ്കിൽ ഫേസ് വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഷെയർ കിട്ടി. ഇതാണ് ഷെയറിന്റെ നമ്പർ. അപ്പൊ നമ്മൾ നമ്പർ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഈ നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാ ഇനി ഇവിടെ നമ്മൾ എഴുതും. ഇനി നമ്മൾ വൈ ലിമിറ്റഡിന് കൊടുക്കേണ്ടത് ബാക്കി എമൗണ്ട് 8 ലക്ഷം രൂപയാണ് വെൻഡർക്ക് കൊടുക്കേണ്ടത്. ആ 8 ലക്ഷം രൂപ നമ്മൾ ആദ്യം തന്നെ കാണിക്കും. ഇനി നമ്മൾ ഷെയർ കൊടുത്തിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഷെയറിന്റെ നമ്പർ ഇൻറ്റു ഫേസ് വാല്യൂ ആണ് കൊടുക്കുന്നത്. ഇതിന് ശേഷം സെക്യൂരിറ്റി പ്രീമിയം കൊടുക്കുമ്പോഴും ഷെയറിന്റെ നമ്പർ ഇൻറ്റു ഫേസ് വാല്യൂ ആണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ പർച്ചേസ് കൺസിഡറേഷനിൽ ഫസ്റ്റ് എൻട്രി പർച്ചേസ് ചെയ്യേണ്ടത് കാണിക്കണം. സെക്കൻഡ് എൻട്രി ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഏതൊക്കെ തരത്തിലാണോ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോ ഇതിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസറ്റ് പർച്ചേസ് ചെയ്തു, ലൈബിലിറ്റി മീറ്റ് ചെയ്തു എന്നൊക്കെ പറയും. ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന കേസിലാണത്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അസറ്റ് എല്ലാം ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി വെൻഡറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. മറ്റേ ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റിൽ നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഗുഡ്വിൽ എന്ന് കാണിക്കണം. അഥവാ ഡെബിറ്റ് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ ക്രെഡിറ്റില് ബാലൻസിങ് ഫിഗർ കാണിക്കണം. ഇത് ഈ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോ അങ്ങനെ അസറ്റ് ഒന്നും തന്നിട്ടില്ല, ലൈബിലിറ്റിയും തന്നിട്ടില്ല. ഡയറക്റ്റ് പർച്ചേസ് ചെയ്തത്, അസറ്റ് പർച്ചേസ് ചെയ്തതാണ് തന്നിരിക്കുന്നത്.
സെക്കൻഡ് കേസ് ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന കേസാണ്. അപ്പോഴാണ് അസറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഡെബിറ്റ് ചെയ്യും, വെൻഡറെ ലയബിലിറ്റിയും ക്രെഡിറ്റ് ചെയ്യും, ബാലൻസ് നമ്മൾ ഗുഡ്വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ് എന്ന് കാണിക്കും. അതിനുശേഷം സെക്കൻഡ് എൻട്രി നമ്മൾ പറഞ്ഞ പോലെ വെൻഡർക്ക് കൊടുക്കുന്നത് ഏതൊക്കെ തരത്തിലാണോ അതാണ് സെക്കൻഡ് എൻട്രി കേട്ടോ. അപ്പൊ തെറ്റിക്കരുതാ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന തേർഡ് ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് കേട്ടോ. അതായത് എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh shares of ₹100 each at a premium of ₹10% to the public for subscription എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് ലിമിറ്റഡ് ഒരു 1 lakh ഷെയർസ് 10 രൂപയുടെ 10% പ്രീമിയത്തില് പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാണ്. അപ്പൊ 10 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 1 രൂപയാണ്. 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്കാണ് അവര് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദ ഫുൾ എമൗണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ പല പ്രാവശ്യമായിട്ടല്ലേ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കോൾ ആയിട്ടൊക്കെയാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ ഫുൾ എമൗണ്ട് വാസ് പേയബിൾ ഓൺ ആപ്ലിക്കേഷൻ. അതായത് ആ ഷെയറിന്റെ ഫുൾ എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രീമിയം, ആ പ്രീമിയം 1 രൂപ ഉൾപ്പെടെ 11 രൂപയും ഒരുമിച്ചാണ് കൊടുക്കുന്നത്, ഒരുമിച്ചാണ് കമ്പനി കളക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പൊ ലംസമായിട്ട് കളക്ട് ചെയ്യാണ്. ഇനി നമ്മളുടെ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഓൺ 3 lakh ഷെയർസ് എന്നാണ് പറഞ്ഞേക്കണേ. ആപ്ലിക്കേഷൻ കമ്പനി റിസീവ് ചെയ്തേക്കുന്നത് 3 ലക്ഷം ഷെയറിനാണ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, നമ്മളുടെ ആദ്യമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആപ്ലിക്കേഷൻ ഷെയർ ഇഷ്യൂ ചെയ്തത് 1 lakh എന്നാണ്. ഇപ്പൊ നമ്മളോട് പറയാണ് ആപ്ലിക്കേഷൻ കിട്ടിയപ്പോ കമ്പനിക്ക് ഒരുമിച്ചാണ് പൈസ മേടിച്ചിരിക്കുന്നത്. 10 രൂപയുടെ ഷെയർ 1 രൂപ പ്രീമിയത്തോടു കൂടി 11 രൂപ ഒരുമിച്ചാണ് കമ്പനി കളക്ട് ചെയ്തേക്കണത്. അപ്പൊ 11 രൂപ ആപ്ലിക്കേഷൻ കിട്ടുന്ന സമയത്ത് 3 ലക്ഷം ഷെയറിനാണ് കിട്ടിയത്. അതായത് ആ സമയത്ത് 33 ലക്ഷം രൂപ കിട്ടി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 lakh എക്സസ് ആയിട്ട് കിട്ടിയേക്കാണ്. ഇനി നമ്മളോട് വീണ്ടും അവർ പറഞ്ഞേക്കാണ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് decided to allot shares to all applicants on pro rata എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രോറേറ്റയിലാണ് കമ്പനി ഡയറക്ടേഴ്സ് ഷെയർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് അതിന്റെ ജേണൽ എൻട്രിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോറേറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതായത് ഇഷ്യൂ ചെയ്ത ഷെയർ 1 lakh ആണ്, ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്നത് 3 lakhനാണ്. അപ്പൊ പ്രോറേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതാണ് പ്രോറേറ്റ. അതായത് 3 ഷെയറിന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് കമ്പനി 1 ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രോറേറ്റയിൽ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്, നമുക്കിപ്പോ സാധാരണ നമ്മൾ എക്സസ് വന്ന അലോട്ട്മെന്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ. ഇവിടെ നമുക്ക് അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അലോട്ട്മെന്റ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ലംസമായിട്ട് ഒരുമിച്ച് മേടിച്ചു എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ മക്കൾ ഓർത്ത് വെക്കാം, അങ്ങനെ വരുന്ന കേസിൽ എക്സസ് എപ്പോഴും നമ്മൾ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ടു ബാങ്ക് എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എൻട്രി എങ്ങനെ വരും നോക്കി. ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്. ലംസമായിട്ട് മേടിക്കുമ്പോൾ എൻട്രി എപ്പോഴും ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് എന്നായിരിക്കും. അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്നത് 3 lakhന് 11 rupees വെച്ചാണ്. 1 രൂപ പ്രീമിയം ഉൾപ്പെടെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് ഒരുമിച്ചാണ് നമ്മൾ എമൗണ്ട് എഴുതുന്നത്. അപ്പൊ 33,000 കാണിക്കും. ഇനി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും ഏതായിരിക്കും? ഇഷ്യൂ ചെയ്ത നമ്പർ അല്ലേ എപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നേ. അപ്പൊ ആ ഇഷ്യൂ ചെയ്ത നമ്പർ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ഇഷ്യൂ ചെയ്തേക്കണത് എത്ര രൂപ വെച്ചാ ഇഷ്യൂ ചെയ്തേക്കണേ? അതായത് 10 രൂപ വെച്ച്. 10 രൂപയാണല്ലോ, ഫേസ് വാല്യൂ ആണല്ലോ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നേ. അപ്പോൾ 1 ലക്ഷം ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. 1 ലക്ഷം ഷെയറിന് ഫേസ് വാല്യൂ 10 ആണ്. അത് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു 10 ലക്ഷം. അടുത്തത് പ്രീമിയം ആണ്. സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീമിയം 1 ലക്ഷം ഷെയറിന് പ്രീമിയത്തിന്റെ എമൗണ്ട് 1 രൂപയാണ്. അപ്പൊ 1 ലക്ഷം രൂപ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ക്രെഡിറ്റ് കാണിച്ചു. ഇനി ബാക്കി വരുന്നത് ഒരു 2 ലക്ഷം ഷെയർ ആണ്. 3 ലക്ഷം ഷെയർ കിട്ടിയെങ്കിൽ 1 ലക്ഷം കമ്പനിക്ക് ഉള്ളൂ ബാക്കി. അപ്പോ 2 ലക്ഷം ഷെയർ ആണ് ബാക്കി വരുന്നത്. അപ്പൊ ബാക്കി വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ എഴുതേണ്ട എമൗണ്ട് എത്രയാണെന്നറിയോ?
ഫുൾ എമൗണ്ട്. കാരണം എന്താ, ഒരുമിച്ചല്ലേ കമ്പനി ആപ്ലിക്കേഷനും അലോട്ട്മെന്റിന്റെ കൂടെ ഒരുമിച്ചല്ലേ കമ്പനി ഫേസ് വാല്യൂ എല്ലാ എമൗണ്ടും കളക്ട് ചെയ്തേക്കണേ. അപ്പൊ പ്രീമിയം ഉൾപ്പെടെ 11 രൂപ ഒരുമിച്ചാണ് കളക്ട് ചെയ്തത്. അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക 11 റുപ്പീസ് തന്നെ തിരിച്ചു കൊടുത്തോളാം. ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതുന്നത് 2 lakh into 11 ആയിരിക്കും. ഇനി ഇതുപോലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അടുത്തത് ഉടനെ തരുന്നതാണ് കേട്ടോ. ഓക്കെ.